നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വേനൽ മഴയും കടുത്ത ചൂടും തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം 10 ജില്ലകളിൽ ഉയർന്ന താപനില തുടരുന്നതിനാൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. ചൂട് കടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും പകൽ സമയങ്ങളിലടക്കം നേരിട്ട് വെയിൽ കൊള്ളുന്ന പണികളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഏതായാലും ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ ചൂടിന് കുറവില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും വായുവിലെ ഈർപ്പവും കാരണം മലയോര മേഖലകൾ ഒഴികെ മറ്റിടങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഇടിമിന്നൽ സമയത്ത് സ്വീകരിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ: കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ജനലും വാതിലും അടച്ചിടുക. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഫോൺ ഉപയോഗം ഒഴിവാക്കുക. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കുക. ഇടിമിന്നലുള്ളപ്പോൾ കുളിക്കുന്നതും ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. തുറസായ സ്ഥലങ്ങളിലും ടെറസിലും കുട്ടികൾ കളിക്കാൻ അനുവദിക്കരുത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടലിൽ വലിയ തോതിലുള്ള കാറ്റിനോ തിരമാലയ്ക്കോ സാധ്യതയില്ലാത്തതും മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമാണ്. വേനൽ മഴ ശക്തിപ്പെടുന്നതോടെ ചൂടിന് അല്പം ശമനമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും 10ഓളം ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സൂര്യാതാപം ഏൽക്കാതിരിക്കാൻ പൊതുജനങ്ങളും ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും തിരുവനന്തപുരം തെങ്കാശി റോഡിലെ പ്ലാവറ CSI പള്ളിക്ക് സമീപവും പെട്രോൾ പമ്പിന് സമീപവും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന നിലയിലാണ് വെള്ളക്കെട്ടുള്ളത്. പ്ലാവറ പെട്രോൾ പമ്പിന് മുന്നിലുള്ള ഓടയും CSI പള്ളിക്ക് സമീപമുള്ള ലോറി വർക്ക്ഷോപ്പിന് മുന്നിലുള്ളതുമായ ഓടകൾ സ്വകാര്യ വ്യക്തികൾ നികത്തിയതിനെ തുടർന്നാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായത്. റോഡിന് ഇരുവശത്തുമുള്ള ഓടകളിലെ തടസ്സം മാത്രമല്ല, സമീപത്തെ തോടുകൾ കവിഞ്ഞൊഴുകി വരുന്ന വെള്ളവും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. കനത്ത വെള്ളക്കെട്ടിൽ വാഹനങ്ങൾക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാനാകാത്ത സ്ഥിതിയാണ്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന അന്തർ സംസ്ഥാന പാതയിലും വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന തടസ്സം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏറെ സമയം വേണ്ടിവരുന്നുണ്ട്. ഓടകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതരോട് പരാതിപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. ഓട നികത്തിയ ഭാഗത്തു നിന്നും അടിയന്തരമായി മണ്ണ് മാറ്റി ജലം ഒഴുകുന്നതിനുള്ള തടസ്സം മാറ്റിയില്ലെങ്കിൽ അപകടങ്ങൾ തുടരും. ഏതായാലും മുന്നറിയിപ്പ് കൃത്യമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ചില ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത പറയുമ്പോഴും പകൽ സമയങ്ങളിൽ ചൂട് അധികമാകും. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആവശ്യത്തിന് വെള്ളവും കുടിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ കാലാവസ്ഥ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഇന്ത്യൻ ആകാശം നിലവിൽ 2 വിപരീത ലോകങ്ങളുടെ ഒരു നാടകവേദിയാണ്. അവിടെ രാജ്യത്തിന്റെ ഒരു പകുതി മഴയിൽ മുങ്ങുകയും മറ്റേത് നിരന്തരമായ സൂര്യന് കീഴിൽ ചുട്ടുപൊള്ളുകയും ചെയ്യുന്നു. ഒരു സാധാരണ ഏപ്രിൽ ദിവസത്തേക്കാൾ ഒരു സിനിമയിലെ ഒരു രംഗം പോലെ തോന്നുന്ന വിചിത്രമായ അന്തരീക്ഷ വിഭജനമാണ് നടക്കുന്നത്. കനത്ത മഴയെ നേരിടാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിവാസികൾ റെയിൻകോട്ടുകളുമായി കൈനീട്ടുമ്പോൾ ഭൂമിയിൽ ഒരു വലിയ ഉഷ്ണതരംഗം രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ വടക്കും പടിഞ്ഞാറുമുള്ളവർ തണൽ തേടുകയാണ്. ഇന്ത്യ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം
കാലാവസ്ഥയിലുള്ള ഈ വിഭജനം 2026 ഏപ്രിൽ 12 ഞായറാഴ്ച മുതൽ കൂടുതൽ തീവ്രമാകുമെന്നാണ് തോന്നുന്നത്. നാളെ വടക്കൻ ഇന്ത്യയിലും മഴ പെയ്യുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം അസമിലും മേഘാലയയിലും താമസിക്കുന്നവർ കുട കയ്യിൽ കരുതണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വ്യാപകമായതോ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് IMD പ്രവചിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശും അതീവ ജാഗ്രതയിലാണ്. നാളെയും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ശക്തമായ ഈർപ്പമുള്ള കാറ്റ് ഹിമാലയൻ താഴ്വരകളിൽ അടിച്ചതിന്റെ ഫലമായാണ് ഈ പ്രീ മൺസൂൺ മഴ ലഭിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ എത്രത്തോളം ചൂടാകും? ഇതിനെ വിപരീതമായി ന്യൂഡൽഹിയും ചുറ്റുമുള്ള വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളും അസ്ഥി വരണ്ടതായി തുടരും. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ പരമാവധി താപനില 6 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ക്രമേണ ഉയരുമെന്നാണ് IMD മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെയോടെ തലസ്ഥാനത്ത് താപനില 34-നും 36-നും ഇടയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഉപ ഉഷ്ണമേഖല പടിഞ്ഞാറൻ ജെറ്റ് പ്രവാഹവും ആശ്വാസം നൽകുന്നതിന് കാര്യമായ പാശ്ചാത്യ അസ്വസ്ഥതയുടെ അഭാവമാണ് ഈ പെട്ടെന്നുള്ള കുതിപ്പിന് കാരണമാകുന്നത്. വടക്കൻ മേഖലകളിൽ മാത്രമല്ല ചൂട് കൂടുതലായി കാണപ്പെടുന്നത്. മധ്യ ഇന്ത്യയിൽ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രത്യേക പ്രദേശങ്ങൾ യെല്ലോ വാച്ചിലാണ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. സൂര്യൻ കർക്കിടക ട്രോപ്പിലേക്ക് നീങ്ങുമ്പോൾ തീവ്രമാകുന്ന സൗരവികിരണവും കരഭാഗം വേഗത്തിൽ ചൂടാകുന്നതും ഇതിന് കാരണമാകുമെന്നും IMD പറയുന്നു. ജൂൺ മാസത്തിലെ മഴ സാധാരണ നിലയിലാണെങ്കിലും പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. കാരണം ഒരു പ്രദേശത്ത് പെയ്യുന്ന മഴ തൊട്ടടുത്ത ജില്ലയിൽ പെയ്യണമെന്നില്ല. ഇത് പ്രാദേശികമായ കൃഷിനാശത്തിന് കാരണമായേക്കാം. തെക്കൻ ഇന്ത്യയിൽ നിന്ന് വടക്കോട്ട് കാലവർഷം നീങ്ങുന്നത് വളരെ വേഗത്തിലായിരിക്കില്ല. ഇതൊരു സ്റ്റഡി പ്രോഗ്രഷൻ ആയിരിക്കും. ഏതായാലും ഇന്ത്യയിൽ മുഴുവനായിട്ടും ഇത്തരത്തിൽ വളരെ വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലാണെങ്കിലും ഒരേ സമയം തന്നെ പകൽ സമയങ്ങളിൽ ചൂട് കഠിനമാവുകയും എന്നാൽ വൈകുന്നേരത്തോടു കൂടി തന്നെ പല ജില്ലകളിലും മഴ പെയ്യുന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതും ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റുമുള്ള മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്.